ദൈവം അത്ര വിശ്വസ്തനാണ്. ദൈവം നമുക്ക് നല്ല നല്ല പ്രഭാതങ്ങൾ തരുന്നു, വീണ്ടും വീണ്ടും ഫെലോഷിപ്പുകൾ തരുന്നു, ചിന്തിക്കാനും സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ആയുസ്സോടെ ദൈവം തരുന്നല്ലോ. അതുകൊണ്ട് എപ്പോഴും നാം ദൈവത്തിന് നന്ദിയുള്ളവരായി ഓരോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരണം. ഭയപ്പെട്ടും അസ്വസ്ഥമായും ഒരു പ്രഭാതം ആരംഭിക്കരുത്. സന്തോഷത്തോടെ നമുക്ക് ഓരോ പ്രഭാതവും ആരംഭിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. അതായത് ചിലത് പഴയത് നമ്മെ തകർക്കുന്നതിന് മുമ്പ് ആ പഴയതിനെ നമ്മൾ തകർക്കണം എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പഴയത് നിന്നെ തകർക്കുന്നതിന് മുമ്പ് നീ ആ പഴയതിനെ തകർക്കണം. പഴയ പാലങ്ങൾ, പഴയ കെട്ടിടങ്ങൾ, ഇതൊക്കെ പല രാജ്യങ്ങളിലും ഒരു പീരീഡ് കഴിയുമ്പോൾ, ഒരു 50 വർഷമോ 75 വർഷമോ 100 വർഷമോ, പല രാജ്യവും പല രീതിയിലാണ്, കഴിയുമ്പോൾ തകർത്ത് കളയുന്നത് കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ കുവൈറ്റിലായിരുന്നപ്പോൾ 50 വർഷമേ പഴക്കമുള്ളൂ. ഒരു 25 നില 40 നില ബിൽഡിങ്ങുകൾ തകർക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമമാണ്. കാരണം 150 വർഷമായിട്ട് പഴക്കമുള്ള കെട്ടിടങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ പൊളിക്കാതെ വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടത് തകർക്കുന്നത്? അത് തകർത്തില്ലെങ്കിൽ ആ കെട്ടിടം അതിനകത്തുള്ളവരെ തകർക്കും. ഇതുപോലെയാണ് നമ്മുടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടി നമ്മൾ കുഴിച്ചിടണം. പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കണം. പഴയതിനെ നമ്മൾ ഇല്ലാതെയാക്കിയില്ലെങ്കിൽ പഴയത് നമ്മെ ഇല്ലാതെയാക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പുതുതായി ജനിക്കണം. അതിൻ്റെ അർത്ഥം പഴയത് മരിക്കണം. രണ്ടെണ്ണത്തിൽ ജീവിക്കാൻ കഴിയില്ല, 2 ജീവിതമില്ല. ഒന്നുകിൽ പുതിയ ജീവിതം അല്ലെങ്കിൽ പഴയ ജീവിതം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയെന്ന്, സകലതും പുതിയതായെന്ന്. പഴയതിനെ തകർത്ത് കളയണം. പഴയതിൽ ജീവിക്കരുത്, പഴയതിൽ ചിന്തിക്കരുത്. ഒരു പുതിയ തുടക്കം ഇന്നു മുതൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പഴയതിനെ തകർത്തില്ലെങ്കിൽ പഴയത് നമ്മെ തകർക്കും. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ അതിലേക്ക് കടന്നു വരാം. 9-ാം വാക്യം നമ്മൾ വായിച്ചു. ദൈവദൂതൻ മുഖാന്തരം ഉണ്ടായ ഒരു ദൈവപ്രവൃത്തി പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നത്. അതാണ് പത്രോസ് ദൂതൻ്റെ പുറകെ 3 വാതിൽ തുറക്കപ്പെട്ട് പോകുമ്പോൾ പത്രോസ് വിചാരിച്ചു, ഞാനൊരു ദർശനം കാണുകയാണ്. യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ, അതാണ് അതിൽ സംഭവിച്ചത്. യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് ബൈബിളിലുള്ളത്. ചെങ്കടലിന്റെ നേരെ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ 32 ലക്ഷം പേർക്ക് കടന്നു പോകാൻ കഴിയുന്ന വീതിയിൽ തുറന്നു. ഏകദേശം 13 കിലോമീറ്ററുകളോളം തുറന്നു കിട്ടിയെന്നാണ് ചെങ്കടൽ. 13 കിലോമീറ്റർ. കാരണം ഇത്രയും 32 ലക്ഷം പേർക്ക് കയറി ഇറങ്ങി പോകണം. നമുക്കറിയാം, 10 വണ്ടി നമ്മുടെ നാഷണൽ ഹൈവേയിൽ എവിടെയെങ്കിലും കുരുങ്ങിയാൽ അതോടെ ബ്ലോക്ക് വന്നു. പിന്നെ ഒരു 5-6 മണിക്കൂറത്തേക്ക് റോഡിൽ ഗതാഗത കുരുക്കാണ്. ഇവിടെ യാതൊരു ഗതാഗത കുരുക്കുമില്ല. ഫറവോനെ പേടിച്ച് ഈ തുറന്ന വഴി കൂടി ജനങ്ങൾ മുന്നോട്ട് ഓടുകയാണ്. എന്നാൽ അവർക്ക് പെട്ടെന്ന് അക്കരെ എത്തുവാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ 32 ലക്ഷം പേര് ഈ ചെങ്കടൽ കടന്ന് അപ്പുറത്ത് ഒരു ചെറിയ വഴി കൂടിയാണെങ്കിൽ, ഒരു നാഷണൽ ഹൈവേയുടെ വീതി മാത്രമാണെങ്കിൽ അവർക്ക് അക്കരെ കടക്കാൻ ദിവസങ്ങൾ വേണ്ടി വരുമായിരിക്കും. അന്ന് തന്നെ, ആ രാത്രി തന്നെ അവർ നിസ്സാര മണിക്കൂറുകൾക്കുള്ളിൽ അപ്പുറത്ത് കടന്നു, നടന്നുപോയി. അവരുടെ കുഞ്ഞുകുട്ടികളുണ്ട്, കാളകളുണ്ട്, മൃഗങ്ങളുണ്ട്, അവരുടെ ചരക്കുകളുണ്ട്, വീട്ടു സാമഗ്രികളുണ്ട്, എല്ലാമായിട്ട് അവരിറങ്ങി. സമ്പത്തുണ്ട്,
ഇതെല്ലാം കൂടി ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ, അവർക്ക് അക്കരെ കടക്കണമെങ്കിൽ ചെറിയ വാതിൽ തുറന്നാൽ പോരാ. വെറുതെ ഒരു വടി വെള്ളത്തിലൊന്ന് തൊട്ടതാ. ആ ചെങ്കടലിലെ ഉപ്പുവെള്ളത്തിൽ മോശ എന്ന വൃദ്ധൻ്റെ കയ്യിലിരിക്കുന്ന 80 വയസ്സുകാരൻ്റെ കയ്യിലിരിക്കുന്ന വടിയൊന്ന് മുട്ടിയതാണ്. വാതിൽ തുറന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ വാതിൽ തുറക്കുന്ന കർത്താവിൻ്റെ കരം ഈ ഭാഗം വായിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത് കേൾക്കുന്ന പലർക്കും വേണ്ടി ഇതുപോലെ പെട്ടെന്ന് മറുകര പറ്റാൻ പറ്റിയ, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റിയ നിലയിൽ വാതിൽ ദൈവം തുറക്കും. കർത്താവ് തുറന്നാൽ ആർക്കും അടക്കാൻ പറ്റില്ല, കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റില്ലെന്ന്. കർത്താവ് താക്കോലുള്ളവനാണെന്ന്, ഏത് സാഹചര്യത്തിലും വാതിൽ തുറക്കാൻ കഴിയുന്നവൻ. വെളിപ്പാട് പുസ്തകം 5 പറയുന്നു, ദാവീദിന്റെ താക്കോലുള്ളവൻ. രാജകീയമായ വാതിലുകൾ തുറക്കാൻ കഴിയുന്നവൻ എന്നാണ് ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന വാക്കിന്റെ അർത്ഥം. ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള ഏറ്റവും വിലയേറിയ കാര്യങ്ങളൊക്കെ ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്നു. ഭൂമിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്തും നന്മകളും എല്ലാം ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ പോലും തുറന്നെടുക്കാനുള്ള താക്കോലുള്ളവൻ നമ്മുടെ യേശു കർത്താവാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ വലുത് സഫലവുമായ വാതിലൊക്കെ തുറന്നു വരും. അനുഗ്രഹത്തിൻ്റെ പാതകളെല്ലാം തുറന്നു വരും. ദാവീദിന്റെ താക്കോലുള്ള നമ്മുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്ന പേര്. കർത്താവ് വാതിൽ തുറക്കും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ മനസ്സ് വിഷമിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. കർത്താവിൽ ആശ്രയിച്ചു എന്നൊരൊറ്റ കാരണമാണ് നിങ്ങളും ഞാനും മുന്നോട്ട് പോകുന്നതിൻ്റെ രഹസ്യം. ആൾക്കാർ ചോദിക്കും, ഒരു വഴി ഇല്ലാഞ്ഞിട്ടും നീ എങ്ങനെ വിജയിച്ചു? ഒരു വാതിലും ഇല്ലാഞ്ഞിട്ടും നിനക്ക് മാത്രം എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? അന്ന് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്ന സമയത്ത് കേൾക്കുന്നവരുടെ കണ്ണു നിറയും. അവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തും. നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മീൻപിടുത്തത്തിൽ നിങ്ങൾക്ക് തന്നെ സംഭ്രമമുണ്ടാകും. കാരണം കർത്താവ് നിങ്ങളുടെ പടകിൽ കയറി എന്നൊരൊറ്റ കാരണമാണ്. പത്രോസിനും കൂടെയുള്ളവർക്കും ആ മീൻപിടുത്തത്തിൽ വലിയ സംഭ്രമം പിടിച്ചെന്നാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്നാൽ പടകിന്റെ വലത്ത് ഭാഗത്ത് അല്ലെങ്കിൽ ആഴത്തിലേക്ക് വീശാൻ പറഞ്ഞപ്പോൾ മീനിന്റെ പെരുപ്പം അതുപോലെ അതിനകത്ത് കയറി. പത്രോസിന്റെ വള്ളം നിറഞ്ഞു, കൂടെയുള്ളവരുടെ വള്ളങ്ങളെല്ലാം നിറഞ്ഞു. അവരെല്ലാം പേടിച്ചുപോയി. കർത്താവ് അത്ഭുതങ്ങൾ കൊണ്ട് പേടിപ്പിക്കും. ഈ നവംബർ മാസത്തിൽ നിങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുക, അത്ഭുതങ്ങൾ കൊണ്ട് യേശു കർത്താവ് നിങ്ങളുടെ വീടുകളെ ഒന്ന് പേടിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ പേടിച്ചു വിറച്ചു. അത്ഭുതം കണ്ടിട്ട് പത്രോസിന് പാപബോധമുണ്ടായി. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. പാപബോധം. അത്ഭുതങ്ങൾ ജനങ്ങളെ മാനസാന്തരപ്പെടുത്തും. അത്ഭുതങ്ങൾ പാപബോധം ഉള്ളവരാക്കും. അത്ഭുതങ്ങൾ പലരെയും ആ കണ്ട അത്ഭുതങ്ങൾ പോലും ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അനുഗമിപ്പാൻ ശേഷിയുള്ളവരാക്കി മാറ്റും. ഇത് കേൾക്കുന്ന ആരുടെയൊക്കെയോ ഹൃദയത്തെ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് കയറി പിടിക്കുകയാണ്. നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. നിങ്ങളുടെ വീട് അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും. ജോസഫ് പാണ്ഡികശാല നിറച്ചതുപോലെ പിന്നത്തേതിൽ വന്ന 7 വർഷത്തെ ക്ഷാമത്തെ നിസ്സാരമായിട്ട് ജോസഫ് കൈകാര്യം ചെയ്തു. ലോക മനുഷ്യരിൽ ജോസഫിന്റെ അടുക്കൽ വന്ന ആരും പട്ടിണി കിടന്ന് ചത്തില്ല. അതായത് ഭൂമിയിൽ ആരും മരിച്ചു പോകാതിരിപ്പാൻ ഒരു ജോസഫിനെ എഴുന്നേൽപ്പിച്ചു. ഭൂമിയിലുള്ള എല്ലാവരും മരിക്കുവാനും വേറൊരാളെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. നോഹ എന്ന പേര്. തൻ്റെ കുടുംബം ഒഴിച്ച് ബാക്കിയെല്ലാം മരിച്ചു. അപ്പോൾ കർത്താവിനെ അറിയാം ഒരാളെ എഴുന്നേൽപ്പിച്ചാൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഭൂമിയിലുള്ള എല്ലായിടത്തും ഉണ്ടായ ക്ഷാമം, അന്ന് ആ ക്ഷാമത്തിന് പരിഹാരം വരുത്തിയത് ഒരു ജോസഫിന് ദൈവം അവനിൽ തുറന്ന ഒരു വഴിയാണ്. അവൻ്റെ വിസ്ഡം ദൈവം തുറന്നു കൊടുത്തു. അവന് ആ സ്വപ്നങ്ങൾ മനസ്സിലായി.
ഒരു വാതിൽ തുറന്നാൽ, ഒരു വെളിച്ചം കിട്ടിയാൽ നീ മുഖാന്തരം ഭൂമിയിലുള്ള എല്ലാവരും ജീവിച്ചിരിക്കും. ഇന്നിത് കേൾക്കുന്ന പലരും ജോസഫിനെ പോലെ ആകട്ടെ. ഭൂമിയിലുള്ള എല്ലാവർക്കും നിത്യജീവൻ കൊടുക്കാനുള്ള പാണ്ഡികശാല പണിയുവാൻ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇരിക്കുക. 2026 വരുവാൻ പോകുന്ന പല പ്രശ്നങ്ങളെയും ഒരു ജോസഫിനെ പോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. വരുവാൻ പോകുന്ന ചില വർഷങ്ങളിൽ ഭൂമിയിൽ നടക്കാൻ പോകുന്ന വലിയ ക്ഷാമങ്ങളും ദുരിതങ്ങൾക്കും പരിഹാരം നിങ്ങളുടെ കയ്യിലായി കർത്താവ് ഏൽപ്പിച്ചു തരും. അതുപോലെ ചില സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതിനാണല്ലോ വേദപുസ്തകം വായിക്കാനായിട്ട് കർത്താവ് നമുക്ക് തന്നത്. വായിച്ചാൽ മതി. വായിക്കുക, വിശ്വസിക്കുക, ബൈബിൾ മനസ്സിലാക്കി വായിക്കുക. വെറുതെ പല കഥയും കേട്ടുകൊണ്ട് വന്ന് ഒരു ചടങ്ങ് പോലെ വായിച്ചത് കൊണ്ട് ബൈബിൾ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നാൽ ബൈബിൾ ഇതൊരു അത്ഭുത പുസ്തകമാണ്. എൻ്റെ പുസ്തകമാണ്. എൻ്റെ ജീവിതത്തെ മാറ്റുന്ന പുസ്തകമാണ്. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ പുസ്തകമാണ്. ഈ പുസ്തകം എൻ്റെ ജീവിതത്തിൻ്റെ ആധാരമാണ്. ഈ പുസ്തകമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ഉയർച്ചകൾ എല്ലാം ഈ പുസ്തകത്തിലാണ്. എൻ്റെ സൗഖ്യം ഈ പുസ്തകത്തിലാണ്. എൻ്റെ നിത്യത ഈ പുസ്തകത്തിലാണ് എന്നുള്ള ആ മനോഭാവത്തോടെ ഈ പുസ്തകം ഒന്ന് വായിക്കാമോ? നിങ്ങൾ മാറി മറിയും. ഈ നവംബർ മാസം ഡിസംബർ മാസത്തിനുള്ളിൽ വേദപുസ്തകം ഒന്ന് വായിക്കുക. ഒറ്റ അടിയിരുന്ന് വായിക്കേ. പല പരിപാടിയും മാറ്റിവെച്ച്, പാസ്റ്റർ എനിക്ക് ഉപവസിക്കാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഒരു ദിവസം ഉപവസിക്കണോ? ഒരു ദിവസം പരിപാടികളെല്ലാം മാറ്റിവെച്ചിട്ട് എവിടെയെങ്കിലും മാറിയിരിക്കുക, ഒരു മുറിയിൽ കയറിയിരിക്കുക, പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുക, വായിക്കുക, മനസ്സിൽ വരുന്നതെല്ലാം അടിവരയിടുക. ഹൃദയത്തിൽ സന്തോഷം തോന്നുന്നതും ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതും അതൊക്കെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കണ്ണ് നനയിച്ചതും നമ്മെ സന്തോഷിപ്പിച്ചതും അടിവരയിടുക. എന്നിട്ട് അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എഴുതിയെടുക്കുക. വെറുതെ എഴുതുക, എന്തെങ്കിലുമൊക്കെ എഴുതുക. പത്രോസിൻ്റെ ഭാഗം വായിക്കുമ്പോൾ ഇതുപോലെ പത്രോസിനെ പോലെ ഈ കാലത്ത് ദൈവത്തിന് എന്നെയും ഒരു അത്ഭുതത്തിലൂടെ നടത്താൻ കഴിയും എന്ന് നമ്മുടേതാക്കി എഴുതുക. അങ്ങനെ എഴുതി പോവുക. ചില വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അതിശയിക്കും. നിങ്ങൾ ആ എഴുതിയതെല്ലാം നിറവേറും. നിങ്ങൾ ആ എഴുതി വെച്ച ഡേറ്റ് ഓർത്ത് ആനന്ദക്കണ്ണുനീർ പൊഴിക്കും. അതങ്ങനെ തന്നെ നടക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ദൈവദാസന്മാരും അത് ചെയ്യുകയാണ്. അതുകൊണ്ട് ചെങ്കടൽ തുറക്കുവാനും ദാവീദിൻ്റെ താക്കോലുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. ആർക്കും അടക്കാൻ കഴിയാത്ത രീതിയിൽ തുറക്കും. ആര് വിചാരിച്ചാലും. ചിലർ പറയും, എൻ്റെ മോളുടെ കല്യാണം അവർ മുടക്കി, ഇവർ മുടക്കി, ഇവർ കാരണമാണ് എൻ്റെ മോളുടെ കല്യാണം നടക്കാത്ത. എൻ്റെ മോൻ്റെ കല്യാണം വന്നപ്പോൾ ആ വീട്ടുകാർ കുത്തി. ദൈവം കൊണ്ടുവന്ന ഒരു കല്യാണം ആർക്കും മുടക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കല്യാണം ആരെങ്കിലും മുടക്കിയെങ്കിൽ അത് ദൈവം കൊണ്ടുവന്നതല്ലെന്ന്. അതാണ് അതിൻ്റെ കാര്യം. ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ത്രീ വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോക്ക് 28 വയസ്സായി, ഇതുവരെ കല്യാണം നടന്നില്ല. ആ പാസ്റ്റർ പറഞ്ഞു, ആൻറ്റി കരയണ്ട, ആൻറ്റിയുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എത്ര സത്യമാണ്. ആ ചെറുക്കൻ്റെ, ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതാർക്കും ആ കല്യാണത്തെ മുടക്കാൻ കഴിയില്ല. ദൈവം അവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ജീവിതമാണ് ഇത്. ഏതൊക്കെയോ മാതാപിതാക്കൾക്ക് തണുപ്പും വിടുതലും അനുഗ്രഹവുമാകും. ദൈവം വലിയ വാതിലുകൾ തുറക്കും, വലിയ ഉറവകൾ തുറക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഉള്ള വാതിലുകൾ തുറന്നു വരുന്ന അത്ഭുതങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ വീടുകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ഈ നവംബർ മാസം അങ്ങ് നിറയ്ക്കണമേ. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നന്മ കൊടുക്കുന്ന ഒരു ജോസഫായി ഈ സീസണിൽ ഇവരെ എഴുന്നേൽപ്പിക്കണമേ. അത്ഭുതങ്ങൾ കണ്ട് ഇവർ പേടിക്കട്ടെ. അത്ഭുതങ്ങൾ കണ്ട് കർത്താവിൻ്റെ കാൽക്കൽ വീഴട്ടെ. അത്ഭുതങ്ങൾ കണ്ട് കരയട്ടെ. അത്ഭുതങ്ങൾ കണ്ട് തുള്ളിച്ചാടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വീട്ടിൽ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കണം.
യേശുവിൻ നാമത്തിൽ ആമേൻ. നിങ്ങൾക്കുണ്ടാകുന്ന അത്ഭുതങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാലും മതി. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും അതിനകത്തൊന്ന് ഒന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒന്ന് എഴുതിയിടാമോ? അത് ഞങ്ങളെടുത്ത് പ്രൈസ് റിപ്പോർട്ടായിട്ട് അടുത്ത മീറ്റിങ്ങിലെല്ലാം വായിക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയവും നിങ്ങളുടെ പരമപ്രധാനമായ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ചെറുതാണോ വലുതാണോ നിങ്ങൾ ഞങ്ങളോട് അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. Precious